ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായല്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിക്കുക. ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവോള അരിഞ്ഞതും കൂടി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വരട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് തിരക്കൊക്കെയാണ്, അതുകൊണ്ടാണ് വീഡിയോസൊന്നും കാണാത്തത്. എല്ലാവരും ഓർക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അസുഖങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. അതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 2 തക്കാളി അരിഞ്ഞിട്ടാലും മതി. എൻ്റെ കയ്യിൽ ടൊമാറ്റോ പ്യൂരി ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ജലദോഷവും പനിയും ചുമയും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും കാണാതിരുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടാവുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ടൊമാറ്റോ പിരി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഗരം മസാല. ഇപ്പം ഞാൻ ഇട്ടത് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കുക, കാരണം മുളക് പൊടി എരിവിന് നല്ല എരിവ് വേണ്ടവർക്ക് നല്ലപോലെ, കുറച്ച് എരിവ് വേണ്ടവർക്ക് കുറച്ച്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വേറെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ മുമ്പോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് പോലും വേണ്ട, ഒരു 2-3-4 ടേബിൾ സ്പൂൺ വെള്ളം അത് മതി. അപ്പം അതെല്ലാം നന്നായിട്ട് ഒഴിച്ച് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും കൂടി നോക്കണം. ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ടത് കൊണ്ടാണ് കേട്ടോ. ഉപ്പ് ഞാൻ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ കട്ട് ചെയ്തോ അല്ലാതെ വരഞ്ഞോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയോ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ